ഇന്ത്യൻ തോട്ട്സ് തിളങ്ങുന്ന ചിറകുകൾ പരമ്പരയിലേക്ക് സ്വാഗതം. എപ്പിസോഡ് 83. തോൽക്കണോ ജയിക്കണോ? ഞാൻ ജോസഫ് മറ്റപ്പള്ളി. ഇതിഹാസങ്ങളിലെല്ലാം തന്നെ പകയുടെയും യുദ്ധത്തിൻ്റെയും പ്രതികാരത്തിൻ്റെയും ഒക്കെ നിരവധി കഥകൾ കാണാം. അതിൽ മതഭേദമൊന്നുമില്ല. ഓരോന്നിലും ജയിച്ചതാരാണെന്ന് ചോദിച്ചാൽ സംഗതി കുഴയും. മഹാഭാരത യുദ്ധം കഴിഞ്ഞപ്പോൾ അവശേഷിച്ച ആളുകളുടെ എണ്ണം പാണ്ഡവപക്ഷത്ത് 8ഉം കൗരവപക്ഷത്ത് 4ഉമായിരുന്നു. നമ്മുടെ ചുറ്റും സംഭവിച്ചിട്ടുള്ള വ്യവഹാരങ്ങളുടെ അന്ത്യങ്ങളെ വിലയിരുത്തിയാലും മതി കാര്യം മനസ്സിലാക്കാൻ. കുരുക്ഷേത്ര യുദ്ധത്തോട് ചേർന്ന് എന്നെ ചിന്തിപ്പിക്കുന്ന ഒരു സന്ദർഭം ശരശയ്യയിൽ കിടക്കുന്ന ഭീഷ്മരോട് യാത്ര ചോദിച്ചു മടങ്ങുന്ന ദ്രൗപദിയുമായി ബന്ധപ്പെട്ടതാണ്. മടങ്ങുന്ന വഴി ദുര്യോധനനെയും കൂട്ടരെയും അവർ കണ്ടു. തൻ്റെ അഴിഞ്ഞു കിടക്കുന്ന മുടി ഒരു കൈയാൽ കോതി ഒതുക്കിക്കൊണ്ട് പഴയ ശപഥക്കാര്യം ദുര്യോധനനെ ഓർമ്മിപ്പിച്ചുകൊണ്ട്. ദുര്യോധനനോട് ദ്രൗപദി ഒരു ചോദ്യം: സുഖമാണോ ദുര്യോധന? ഇത്തരം മുനവച്ചുള്ള ചോദ്യങ്ങൾ ചോദിക്കാൻ ഇഷ്ടപ്പെടാത്തവരാരും കാണില്ല. എങ്കിലും അപ്പോൾ കിട്ടുന്ന സുഖം സ്ഥിരമല്ലെന്നത് കാണാതിരിക്കാനാവില്ല. പ്രതികാരം ചെയ്യണമെന്ന് തന്നെയാണ് എൻ്റെയും ഇപ്പോഴത്തെ അഭിപ്രായം. ഞാൻ ഉദ്ദേശിക്കുന്നത് പോസിറ്റീവ് പ്രതികാരം എന്ന ആശയമാണെന്ന് വ്യത്യാസമേ ഉള്ളൂ. അതിനൊരൽപ്പം ക്ഷമ കൂടുതൽ വേണ്ടി വന്നേക്കാം. ലോകത്ത് വിജയിച്ചുവെന്ന് നാം കരുതുന്ന ആരെ വേണമെങ്കിൽ നോക്കിക്കൊള്ളൂ. എളിമപ്പെടുത്തലുകളെ എത്ര മനസാന്നിധ്യത്തോടെയാണ് അവരൊക്കെ നേരിട്ടതെന്ന് കാണാം. ഗാന്ധിജിയെ ഒരു പതറാത്ത പോരാളിയായി മാറ്റിയത് അദ്ദേഹത്തിന് കിട്ടിയ അപമാനങ്ങളായിരുന്നിരിക്കണം. രാജാറാം മോഹൻ റോയ് തൻ്റെ ജ്യേഷ്ഠ ഭാര്യയെ ജ്യേഷ്ഠൻ്റെ ജഡത്തോടൊപ്പം ചിതയിൽ ദഹിപ്പിച്ചവരോട് പ്രതികാരം ചെയ്തത് സതിസമ്പ്രദായം നിർത്തുന്നിടം വരെ പൊരുതിക്കൊണ്ടാണ്. ഇനി നെഗറ്റീവ് പ്രതികാരമാണെങ്കിൽ വിപസന ധ്യാനത്തിൻ്റെ പരിശീലകനായ എസ്.എൻ. ഗോയങ്കാജി പറഞ്ഞത് ശരിയെങ്കിൽ ആദ്യത്തെ ഇര നാം തന്നെയായിരിക്കും. ജീവിതത്തിൽ എന്തെല്ലാം ചെയ്തിട്ടും വിജയിക്കുന്നില്ല എന്ന് കരുതുന്നവർക്കും മാറാരോഗങ്ങൾ കൊണ്ട് തളർന്നവർക്കും ക്ഷമയും അനുരഞ്ജനവും മികച്ച ഒരു മാർഗമാണ്. ജയിലുകളിൽ കഴിയുന്നവരിൽ ബഹുഭൂരിപക്ഷവും പ്രതികാരം ചെയ്ത് അടിതെറ്റിയവർ. ജീവിക്കാൻ അവർക്കെല്ലാം ഓരോ ജന്മം കൂടി വേണം. ജീവിതത്തിലുണ്ടാകുന്ന പ്രകോപനാനുഭവങ്ങൾ പ്രതികാരം ചെയ്ത് പരിശീലിക്കാനാണെന്ന് നാം തെറ്റിദ്ധരിച്ചിരിക്കുന്നു. മാറേണ്ടത് നമ്മുടെ മനോഭാവമാണ്. നമുക്കിങ്ങനെ പറയാം: ദിവസം ഒരു 5 കാര്യങ്ങളെങ്കിലും എനിക്കിഷ്ടമില്ലാത്തതായി സംഭവിക്കുന്നുണ്ട്. അത് വെച്ച് നോക്കിയാൽ 10 വയസ്സ് മുതൽ 30 വയസ്സ് വരെ 40,000-ഓളം പ്രാവശ്യമെങ്കിലും പ്രതികാരം ചെയ്യാൻ എനിക്ക് കാരണങ്ങളുണ്ടായിട്ടുണ്ട്. ഓരോന്നും ഞാൻ മനസ്സിൽ സൂക്ഷിച്ചിരുന്നെങ്കിൽ, അല്ലെങ്കിൽ അവയുടെ പിന്നാലെയൊക്കെ പോയിരുന്നെങ്കിൽ മറ്റൊന്നിനും എനിക്ക് സമയമുണ്ടാകുമായിരുന്നില്ല. മാത്രവുമല്ല, ഇവയെല്ലാം ഉള്ളിൽ കിടന്നഴുകി ഒരു രോഗിയായി തന്നെ ഇതിനോടകം ഞാൻ മരിച്ചേനെ. ആരുടെ ജീവിതത്തിലാണ് ഒരു ദുരനുഭവമെങ്കിലും അപരനിൽ നിന്നുണ്ടാവാത്തത്? ഏത് സമൂഹത്തിലാണ് ഒരു കുളങ്കലക്കെങ്കിലും ഇല്ലാത്തത്? ഇവയോടും ഇവരോടുമൊക്കെ പ്രതികാരം ചെയ്ത് സന്തോഷത്തോടും സംതൃപ്തിയോടും കൂടി മരിച്ച ആരെയെങ്കിലും ഓർമ്മയുണ്ടോ? ഇല്ലെങ്കിൽ ചുവടൊന്ന് മാറ്റുക തന്നെ വേണം. എല്ലായിടങ്ങളിലും പോസിറ്റീവ് പ്രതികാരത്തിന് അവസരങ്ങളുണ്ട്. സാധാരണയായി മനുഷ്യരും സാഹചര്യങ്ങളും സസ്യങ്ങളും ജന്തുക്കളും ചിന്തകളുമെല്ലാം പ്രതികാരം ചെയ്യപ്പെടേണ്ടവരുടെ ലിസ്റ്റിൽ വരാം. എന്തിനോടാണെങ്കിലും പോസിറ്റീവായി എങ്ങനെ പ്രതികരിക്കാമെന്ന് എപ്പോൾ ഒരാൾ ചിന്തിച്ചു തുടങ്ങുന്നു, അപ്പോൾ മുതൽ അവൻ്റെ ജീവിതവും മാറിത്തുടങ്ങിയിരിക്കും. സൂക്ഷിച്ചു നോക്കിയാൽ നമ്മുടെയൊക്കെ ഓരോ ശ്വാസത്തിലും ഒരിക്കലും തീരാത്ത പകയുടെ ഗന്ധമുണ്ടെന്ന് കാണാം. ഒരിക്കൽ ഒരാൾ വക്കീൽ ഓഫീസിലേക്ക് വിളിച്ച് വക്കീലുണ്ടോ എന്ന് അന്വേഷിച്ചു. മറുപടി വന്നു: ക്ഷമിക്കണം, കഴിഞ്ഞ ആഴ്ച അദ്ദേഹം മരിച്ചുപോയി. പിറ്റേന്നും അടുത്ത ദിവസവും ഇത് ആവർത്തിച്ചപ്പോൾ ഓഫീസറിൽ നിന്ന് ചോദിച്ചു: അദ്ദേഹം മരിച്ചുപോയെന്ന് പല പ്രാവശ്യം പറഞ്ഞല്ലോ എന്ന്. അപ്പോൾ അവരൻ പറഞ്ഞത്: അത് വീണ്ടും വീണ്ടും കേൾക്കാൻ ഞാൻ കൊതിക്കുന്നുവെന്നാണ്. പ്രതികാരമെന്ന് പറഞ്ഞാൽ എലിവിഷം നിന്നിട്ട് എലി ചാകാൻ കാത്തിരിക്കുന്ന പോലെയാണെന്ന് പറയാം. നന്ദി. വീണ്ടും കാണാം.